ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. തുടങ്ങാട്ടോ. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. പ്രണാമം എല്ലാവർക്കും. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാന്വിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നാരായണം നമസ്കൃഭ്യാം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിർ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിളിന്റെ കീഴിലുള്ള ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് 18ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത് അല്ലെ, 7ാമത്തെ അധ്യായത്തില്. അപ്പൊ ഇതുവരെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്? അശ്വത്ഥാമാവ് ദ്രൗപദിയുടെ 5 മക്കളെ കൊലപ്പെടുത്തി അല്ലെ. എന്ത് വിചാരിച്ചിട്ടാണ്? ദുര്യോധന സന്തോഷിക്കും, ദുര്യോധനെ സന്തോഷിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ദുര്യോധന സന്തോഷമൊന്നും ഉണ്ടായില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുലം മുഴുവനായിട്ട് നശിക്കുന്നതിനോട് ദുര്യോധന എത്ര ഒരു ദുഷ്ടമനസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയാണ് കൊന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇപ്പോ ദ്രൗപദിയോട് ശപഥമൊക്കെ ചെയ്തുകൊണ്ട് വരികയാണ് ആര്? അർജുനൻ യുദ്ധസന്നദ്ധനായിട്ട് അശ്വത്ഥാമാവിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത് അല്ലെ. ഭഗവാന്റെ ഉപദേശം അനുസരിച്ചിട്ടാണ് ആര് വരുന്നത്? അർജുനൻ. അപ്പൊ അർജുനന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അർജുനൻ ശുദ്ധ ഭക്തനായതുകൊണ്ട് ഒരു തീരുമാനങ്ങളും സ്വയമായിട്ട് എടുക്കുന്നില്ല. എല്ലാം ഭഗവാനോട് ചോദിച്ചിട്ട് ഉപദേശം വാങ്ങിയിട്ടാണ് എടുക്കുന്നത്. എത്ര അറിവുള്ള ആളാണെങ്കിലും, എത്ര ഇപ്പൊ അശ്വത്ഥാമാവിനെ കാണുമ്പോൾ അത്രയും വില്ലാളി വീരനാണ് അല്ലെ. അവൻ കൊല്ലാനായിട്ട് അധികം സമയമൊന്നും മേ ബി എടുക്കില്ല അർജുനന്. പക്ഷെ എന്നാൽ പോലും അപ്പൊ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടാണ് അർജുനൻ ഓരോ സ്റ്റെപ്പിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഭാഗവതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തില് എന്താണ് പറയണേ നോക്കാം കേട്ടോ. തമാപദന്തം സവിലക്ഷ്യ ദൂരാത്. റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. തമാപദന്തം സവിലക്ഷദുരാത് കുമാരമനാരഥേന പരീപ്സുരുർവ്യാം
യാവത്കമം രുദ്രഭയാദ്യഥാകഃ ഹരേ കൃഷ്ണ. തം അദ്ദേഹത്തെ ആപതന്തം ഉഗ്രരോഷത്തോടെ ആഗതനാകുന്നത് സഹ അദ്ദേഹം വിലക്ഷ്യ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് കേട്ടോ. കണ്ടിട്ട് ദൂരത്തു നിന്നും കുമാരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുമാരൻ. ഇവിടെ കാ എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് കേട്ടോ. അതൊരു വെറും വാക്കല്ല. കുമാരഹ രാജകുമാരന്മാരുടെ ഘാതകൻ, ഉദ്വിഗ്നമനാഹ മനസ്സ് പ്രക്ഷുബ്ധമായ, രഥേന രഥത്തിൽ, പരാദ്രവത് പലായനം ചെയ്തു, പ്രാണ ജീവൻ, പരിപ്സുഹു സംരക്ഷണത്തിനായി, ഉരവ്യാം അതിവേഗത്തിൽ, യാവത് ഗമം അദ്ദേഹം പലായനം ചെയ്ത പോലെ, രുദ്രഭയാത് ശിവഭയത്താൽ, യഥാ അതുപോലെ, കഹ ബ്രഹ്മാവ് അഥവാ അർക്കഹ സൂര്യൻ. അപ്പൊ കഹ എന്ന് പറയുന്നത് ആരെയാണ് ഇവിടെ? ബ്രഹ്മാവിനെ അല്ലെങ്കിൽ സൂര്യനെ ആണ് പറയുന്നത് കേട്ടോ. അർക്കഹ എന്ന് പറഞ്ഞ സൂര്യൻ. അർക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും അല്ലെ, മലയാളം പഠിച്ച ആൾക്കാർക്ക് അർക്കൻ എന്ന് പറഞ്ഞ സൂര്യനാണ് എന്നുള്ളത്. വിവർത്തനം. ശീലപ്രപാദിക്ക് ജയ്. രാജകുമാരന്മാരുടെ ഘാതകനായ അശ്വത്ഥാമാവ് അർജുനൻ തന്റെ നേരെ പാഞ്ഞു വരുന്നത് വളരെ ദൂരത്തു നിന്നും വീക്ഷിക്കുകയാൽ സംഭ്രാന്തനായി രക്ഷാർത്ഥം ബ്രഹ്മാവ് ശിവഭയത്താൽ എന്ന പോലെ സ്വരഥത്തിൽ പലായനം ചെയ്തു. അപ്പൊ എന്താണ്? അർജുനന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി അശ്വത്ഥാമാവിന് പന്തിയല്ല, അത്ര എളുപ്പമല്ല, എന്തായാലും അർജുനനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അശ്വത്ഥാമാവിന് അറിയാം അല്ലെ. അപ്പൊ പേടിച്ച് വിറച്ചുകൊണ്ട് എന്ത് ചെയ്തു? വേഗം തന്നെ രഥത്തില് എത്ര വേഗത്തിൽ പോകാൻ പറ്റുമോ അത്രയും വേഗത്തില് പലായനം ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നതിനാണ് പലായനം പറയുക കേട്ടോ. അത് വെറുതെ നമ്മളൊരു യാത്ര പോണതിന് പലായനം എന്ന് പറയില്ല. അപ്പൊ ഇതിൽ നിന്നെങ്കിലും ഒളിച്ചോടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള യാത്രയ്ക്കാണ് പലായനം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് ശിവഭയത്താൽ എന്ന പോലെ, അപ്പൊ ബ്രഹ്മാവിന് എന്തിനാണ് ശിവനെ പേടിച്ചത് എന്നുള്ളത് ഭാവാർത്ഥത്തില് പ്രഭുപാദ പറയുന്നുണ്ട്. ശീല പ്രഭുപാദിക്ക് ജയ്. ഒന്നുകിൽ കഹ അല്ലെങ്കിൽ അർക്കഹ, രണ്ടിൽ എങ്ങനെ വായിക്കുന്നുവോ അതിനനുസരിച്ച് പുരാണങ്ങളിൽ രണ്ട് പരാമർശങ്ങളുണ്ട്. കഹ എന്നാൽ ബ്രഹ്മാവ്. ഒരിക്കൽ തന്റെ പുത്രിയിൽ മോഹിതനായ ബ്രഹ്മാവ് അവളെ അനുഗമിക്കുകയുണ്ടായി. അപ്പം ബ്രഹ്മാവാണ് എല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ. രണ്ടാമത്തെ സൃഷ്ടി ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോ സരസ്വതി ദേവിയെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സരസ്വതി എന്ന് പറഞ്ഞിട്ട് അവരെ സൃഷ്ടിച്ചപ്പോ അതീവ സുന്ദരിയാണ് ആ സൃഷ്ടിയില് ആ പെൺകുട്ടി വരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എന്തുണ്ടായി? ബ്രഹ്മാവിന്റെ ഒരു മോഹം വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വയം മറന്നുകൊണ്ട് അവരുടെ പിന്നാലെ പോവുകയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് അങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ മകന്റെ സ്ഥാനത്താണ് അല്ലെ. അത് മറന്നുപോയി ബ്രഹ്മാവ്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? പുത്രിയിൽ മോഹിതനായ ബ്രഹ്മാവ് അവളെ അനുഗമിക്കുകയുണ്ടായി. ഇതിനാൽ രോഷാകുലനായ ശിവൻ തൃശൂലത്താൽ ബ്രഹ്മാവിനെ ആക്രമിച്ചു. അപ്പൊ ഇത് കണ്ടിട്ട് ശിവൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ ആക്രമിച്ചു. ഭയചകിതനായ ബ്രഹ്മദേവൻ രക്ഷാർത്ഥം പലായനം ചെയ്തു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പോ ശിവനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതുപോലെ ഒളിച്ചോടി എന്നാണ് പറയുന്നത് ബ്രഹ്മാവ്. ഇനി അർക്കഹ എന്ന പദത്തെ സംബന്ധിച്ച് ഇടത്തോളം അതിനെക്കുറിച്ചുള്ള പരാമർശം വാമന പുരാണത്തിലുണ്ട്. സ്വർണപ്രഭ ചൊരിയുന്ന വിമാനത്താൽ സമ്മാനിതനായ വിദ്യുന്മാലി എന്ന് പേരായ ഒരു അസുരനുണ്ടായിരുന്നു. അപ്പൊ വിദ്യുന്മാലി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ വിമാനം എന്ന് പറയുന്ന സ്വർണ്ണപ്രഭയാണ് അത്ര. അപ്പൊ സൂര്യദേവന് പിറകെ സഞ്ചരിക്കുന്ന ആ വിമാനത്തിന്റെ കനകപ്രഭയാൽ നിശാവേള പ്രത്യക്ഷമായി. അപ്പൊ എന്താണ്? സൂര്യന്റെ അസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രാത്രി വരും അല്ലേ. പക്ഷേ ഈ സൂര്യന്റെ പിന്നാലെ ഈ വിമാനം പോകുന്നത് കാരണം കൊണ്ട് എന്തുണ്ടായി? അവിടെ ഇരുട്ടിന് പകരം വെളിച്ചായി. അപ്പൊ രാത്രി ഇല്ലാണ്ടായി എന്നുള്ള ആ ഒരു അവസ്ഥ വന്നു. ആകയാൽ സൂര്യദേവൻ രോഷാകുലനായി. സൂര്യദേവന് നല്ല ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ അത്യുഗ്ര രശ്മികളാൽ വിമാനത്തെ ഉരുക്കി കളഞ്ഞു. അപ്പൊ സൂര്യദേവന് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ആ വിമാനത്തിനെ തന്നെ ഉരുക്കി കളഞ്ഞു. അതായത് അത് മാറാൻ പാടില്ല. ആക്ച്വലി രാത്രി വേണം അല്ലെ, അതിനു വേണ്ടിയിട്ട്. അപ്പൊ ഈ സംഭവം മഹാദേവനെ കോപിഷ്ഠനാക്കി തീർത്തു. അനന്തരം ശിവൻ സൂര്യദേവനെ, അപ്പോ ശിവന്റെ ഭക്തനാണ് ആര്? നമ്മുടെ വിദ്യുന്മാലി എന്ന് പറഞ്ഞ ആള്. അപ്പൊ അസുരൻ ആണെങ്കിലും അപ്പൊ എന്ത് ചെയ്തു? മഹാദേവൻ കോപിഷ്ഠനായിട്ട് എന്ത് ചെയ്യുന്നു? സൂര്യദേവനെ ആക്രമിക്കുന്നു. രക്ഷാർത്ഥം പലായനം ചെയ്ത സൂര്യദേവൻ അവസാനം കാശിയിൽ നിലം പതിക്കുകയും ആ സ്ഥലം ലോലാർക്ക എന്ന് പ്രസിദ്ധിയാർജിക്കുകയും ചെയ്തു. അപ്പൊ വാരാണസിയിൽ ഇപ്പോഴും ലോലാർക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് അത്രയും ഫേമസ് ആണ് എന്നാണ് പറയുന്നത് കാശിയില്.
അതെവിടെയാണ്? സൂര്യദേവൻ നിലം പതിച്ച സ്ഥലമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേര് പലായനം ചെയ്തു അല്ലെ? ബ്രഹ്മാവും ആരാണ്? സൂര്യദേവനും. അപ്പൊ ഇവര് പലായനം ചെയ്ത പോലെ ആണ് ആര്? ഇപ്പോ അശ്വത്ഥാമാവ് അർജുനനെ പേടിച്ചിട്ട് രഥത്തിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 19. യഥാ ശരണമാത്മാനം. പറഞ്ഞോളൂ, ഇത് വലുതല്ല. ആത്മാനം യഥാ ശരണമാത്മാനം വാചിനം ശാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോമേന യഥാ എപ്പോൾ ശരണം മറ്റൊന്നിനാലും സംരക്ഷിക്കപ്പെടാതെ ആത്മാനം സ്വയം ഐക്യത ദർശിച്ചു. ശാന്തവാചിനം അശ്വങ്ങൾ ക്ഷീണിതമാകയാൽ അസ്ത്രം ആയുധം ബ്രഹ്മശിരക പരമമായ അഥവാ ആത്യന്തികമായ അണ്വായുധം മേനെ പ്രയോഗിച്ചു. ആത്മത്രാണം ആത്മരക്ഷാർത്ഥം ദ്വിജ ആത്മജഹ ബ്രാഹ്മണാത്മജൻ. ഇവിടെ 2-3 വാക്കുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് ആത്മത്രാണം ആത്മരക്ഷാർത്ഥം എന്നുള്ളത്. രണ്ടാമത് ദ്വിജ ആത്മജഹ ബ്രാഹ്മണ ആത്മജൻ എന്നുള്ളതാണ്. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. തന്റെ അശ്വങ്ങൾ തളരുന്നത് കണ്ട ബ്രാഹ്മണാത്മജൻ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം എന്ന അണ്വായുധം ആത്യന്തികമായ ആയുധത്തെ പ്രയോഗിക്കുകയല്ലാതെ തന്റെ സംരക്ഷണത്തിന് യാതൊരു പോംവഴിയുമില്ലെന്ന് പരിചിന്തിച്ചു. ശ്രീല പ്രഭാതിക്ക് ജയ്. അപ്പൊ ഇവിടെ എന്താ പറയണേ? ഓടി ഓടി എന്തായി? അർജുനനെ തോൽപ്പിക്കാനാവില്ല അല്ലെ? അർജുനന്റെ സ്പീഡിന് ഈ കുതിരകളൊക്കെ തളരാൻ തുടങ്ങി അശ്വത്ഥാമാവിന്റെ രഥത്തിന്റെ. അപ്പൊ മനസ്സിലായി ഇനി വേറെ വഴിയില്ല, കീഴടങ്ങണം എന്നുള്ളത്. അപ്പൊ അശ്വത്ഥാമാവ് വിചാരിക്കും ഇനിയിപ്പോ അർജുനനെ തോൽപ്പിക്കണമെങ്കിൽ ആ കൂടെ ഒരു വഴിയുള്ളൂ, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ആറ്റം ബോംബിനെക്കാളിലും എന്താണ് ശക്തിമത്താണ് ബ്രഹ്മാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ 2 ബ്രഹ്മാസ്ത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ ഭൂലോകം തന്നെ ഫുൾ നശിച്ചു പോകും എന്നുള്ളതാണ്. ആ ചൂട് കൊണ്ട് അത്രയും ശക്തിയാണത്രേ ഈ ബ്രഹ്മാസ്ത്രത്തിന്. അപ്പൊ എന്താണ്? ബ്രഹ്മാസ്ത്രത്തിനെ പ്രയോഗിക്കാനാണ് ആര് തീരുമാനിച്ചത്? രക്ഷപ്പെടണല്ലോ. പക്ഷെ എന്താ ഇവിടെ പ്രോബ്ലം ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. ആരുടെ? അശ്വത്ഥാമാവിന്റെ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അശ്വത്ഥാമാവിനെ ബ്രാഹ്മണൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്രാഹ്മണൻ ആത്മജൻ എന്നാണ്. ആത്മജൻ എന്ന് പറഞ്ഞ ആരാണ്? പുത്രൻ. ബ്രാഹ്മണന്റെ പുത്രൻ എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ ബ്രാഹ്മണന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മൾക്ക് ഭാവാർത്ഥത്തിൽ നോക്കാം കേട്ടോ. ശ്രീലപ്രഭാതിക്ക് ജയ്. മറ്റൊരു മാർഗവും ഇല്ലെന്ന് വരുന്ന ഘട്ടത്തിൽ അവസാന മാർഗം എന്ന നിലയിൽ മാത്രമേ ബ്രഹ്മാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അണ്വായുധം പ്രയോഗിക്കാറുള്ളൂ. അതാണ്, അത്രയും പേര് അതിന് മരിക്കും. അതുകൊണ്ട് വേറെ വഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് ഈ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ലെവലിലാണ്. അത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവര് പഠിപ്പിച്ചിട്ടുണ്ടാവും അതിന്റെ കാര്യങ്ങളൊക്കെ. ദ്വിജാത്മജഹ എന്ന പദം ഇവിടെ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. എന്തെന്നാൽ ദ്രോണാചാര്യരുടെ പുത്രനെങ്കിൽ തന്നെയും അശ്വത്ഥാമാവ് ശരിക്കും ഒരു യോഗ്യനായ ബ്രാഹ്മണനായിരുന്നില്ല. അതാണ്. അപ്പൊ ദ്വിജൻ, എന്തുകൊണ്ടാണ് ബ്രാഹ്മണനെ ദ്വിജൻ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഹരേ കൃഷ്ണ. ജനിച്ചു കഴിഞ്ഞ് ഇതൊക്കെ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് പുണൂലിടണം അല്ലെ? ആ പുണൂൽ, ആ ഒരു കർമ്മം കഴിയുമ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ ക്വാളിറ്റി അവർക്ക് വരുന്നത്. അതായത് വേദങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ആ ഒരു പൂണൂൽ കർമ്മം ഉണ്ടല്ലോ, നെയിംസേക്ക് മാറിയാണ്. ഫുൾ വേദങ്ങളൊന്നും പഠിച്ചിട്ടോ മതങ്ങൾ പഠിച്ചിട്ടോ അല്ല അത് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ചിട്ടയോട് കൂടിയിട്ട് വേദാഭ്യാസനം മുഴുവൻ നടത്തിയിട്ട് എല്ലാ ഭഗവത് ആരാധന എങ്ങനെ ചെയ്യണം അത് മുഴുവൻ അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ദേവതമാരെ ആണെങ്കിലും ഭഗവാനെ ആണെങ്കിലും അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പൂണൂൽ എന്നുള്ളത് അവർക്ക് കൊടുക്കണത്. അപ്പൊ ഈ പൂണൂൽ എന്ന് പറയുന്ന ആ ഒരു ചരട് അവരുടെ ദേഹത്ത് വരുമ്പോഴാണ് അവർ പൂർണ്ണമായിട്ടും ഒരു ബ്രാഹ്മണനാകുന്നത്. അതൊരു രണ്ടാമത്തെ ജന്മം. അപ്പൊ അതുകൊണ്ടാണ് ദ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 എന്നാണ് അർത്ഥം. ദ്വന്ദ്ം എന്ന് പറഞ്ഞ 2 എന്നല്ലേ? അപ്പൊ അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനത്തെ എന്നാൽ ദ്വിജന്റെ മകനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ദ്രോണാചാര്യൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ബ്രാഹ്മണനാണ് അല്ലെ? ഇതിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ദൃഷ്ടദ്യുമ്നനെ, ദ്രുപദന്റെ പുത്രന് എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്തു.
എന്നിട്ടാണ് അത്രയും ലെവലില് ഒരു എന്താണ് വ്യൂഹം രചിക്കാനുള്ള കഴിവ് ആർക്ക് കിട്ടിയത്? ദൃഷ്ടദ്യുമ്നന് കിട്ടിയത്. ദ്രുപദന്റെ മകനാണ്. ദ്രോണനും ദ്രുപദനും സുഹൃത്തുക്കളായിരുന്നു. ഇതിനു മുമ്പ് മാതാജി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ നിങ്ങളുടെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും അറിയാം എന്തെന്ന്, ദൃഷ്ടദ്യുമ്നനാണ് തന്നെ കൊല്ലാൻ പോകുന്നത് എന്ന്. അത് അറിഞ്ഞിട്ടും കൂടി എന്താ ചെയ്തത്? ഫുൾ വിദ്യ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഒരു ബ്രാഹ്മണ ക്വാളിറ്റിയാണ്. അവരുടെ മരണത്തെ കുറിച്ചിട്ടോ ഒന്നും ഭയപ്പെടുന്നില്ല. എന്താണോ ശാസ്ത്രത്തിൽ നമ്മൾ ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ടത് അത് തന്റെ കടമ നിർവഹിക്കുക എന്നുള്ളതാണ് ദ്രോണാചാര്യരുടെ ലെവൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദ്രോണാചാര്യർ ഒരു ശുദ്ധ ബ്രാഹ്മണനായിരുന്നു. എന്നാൽ അശ്വത്ഥാമാവോ ബ്രാഹ്മണര് ഒരു ക്വാളിറ്റിയും കാണിക്കുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ദ്വിജ ആത്മജൻ എന്ന് പറയുന്നത്, അതായത് ബ്രാഹ്മണന്റെ മകൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയാനുള്ള യോഗ്യതയില്ല ആർക്ക്? അശ്വത്ഥാമാവിന്. കാരണം ഇതിനു മുമ്പ് എന്താ ചെയ്തത്? ദ്രുപദ ആരുടെ? ഉത്തരയുടെ ഗർഭത്തിൽ വന്നു കഴിഞ്ഞിട്ട് പരീക്ഷത്തിനെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പോ വിവേകിയായ ഒരാളെ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്, അല്ലാതെ അത് പാരമ്പര്യ പട്ടമല്ല. പൂർവമായി അതാണ്, ഒരു പാരമ്പര്യം കൊണ്ടല്ല ബ്രാഹ്മണനാവുന്നത്. എന്തുകൊണ്ടാണ്? കർമ്മം കൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പൂർവമായി അശ്വത്ഥമാവിനെ ബ്രഹ്മബന്ധു അഥവാ ബ്രാഹ്മണന്റെ ബന്ധു എന്നും വിശേഷിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ ഇവരെ ഇങ്ങനത്തെ ആൾക്കാരെ, യോഗ്യതയില്ലാത്ത ആൾക്കാരെ എന്താ പറയാ? ദ്വിജബന്ധു എന്ന് പറയും. ഒരു ബ്രാഹ്മണന്റെ ബന്ധുവായി തീരുക എന്നാൽ യോഗ്യതാപരമായി ബ്രാഹ്മണനായിരിക്കുക എന്നർത്ഥമില്ല. പൂർണ്ണ യോഗ്യതയുണ്ടെങ്കിൽ മാത്രം ബ്രാഹ്മണ ബന്ധുവിനെയോ ബ്രാഹ്മണപുത്രനെയോ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കാം, അല്ലാത്ത പക്ഷം അരുത്. അശ്വത്ഥാമാവിന്റെ തീരുമാനം അപക്വമായതിനാൽ ഇവിടെ മനഃപൂർവ്വമായി അദ്ദേഹത്തെ ബ്രാഹ്മണാത്മജൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഇനി ശ്ലോകം 20. അതോ ബസ്പൃശ്യ സലിലം സന്ധേതത് സമാഹിതഃ അജാനന്നപി സംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ അപ്രകാരം ഉപസ്പൃശ്യ പരിശുദ്ധിക്കായി സ്പർശിച്ച്, സലിലം ജലം, സന്തധേ മന്ത്രങ്ങൾ ഉരുവിട്ടു, തത് അത്, സമാഹിതഃ ഏകാഗ്രചിത്തനായി, അജാനൻ അറിയാതെ, അപി എങ്കിൽ തന്നെയും, സംഹാരം പിൻവലിക്കൽ, പ്രാണകൃച്ഛ ജീവൻ അപായത്തിലായതിനാൽ, ഉപസ്ഥിതേ അത്തരം അവസ്ഥയിൽ അവസ്ഥിതനായി തീരുകയാൽ. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. തന്റെ ജീവൻ അപകടത്തിൽ ആകയാൽ അണ്വായുധങ്ങളെ പോലുള്ള അത്തരം ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കേണ്ടത് എന്ന് അറിയാതിരുന്നിട്ടും പരിശുദ്ധീകരണാർത്ഥം ജലസ്പർശിച്ച് അവ പ്രയോഗിക്കാനുള്ള മന്ത്രോച്ചാരണങ്ങളിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കണ കണ്ടു, പരിശുദ്ധീകരണാർത്ഥം. അപ്പൊ എന്ത് അസ്ത്രങ്ങളും ഉപയോഗിക്കുന്നതിന് മുമ്പ് അവരെന്താ ചെയ്യുന്നത്? മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്നുണ്ട്. നോക്കൂ, ജലം സ്പർശിച്ച്, കണ്ടോ? ജലം സ്പർശിച്ച് അതിനെ ശുദ്ധീകരിച്ച് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ശുദ്ധീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് എന്ത് ആയുധങ്ങളാണെങ്കിലും. അപ്പൊ അതിന്റെ പാപഫലങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഓരോരുത്തരും. അതായത് ധർമ്മത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ക്ഷത്രിയനാണെങ്കിലും അതെ. അപ്പൊ അതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ അശ്വത്ഥമാവിന് എന്താ പ്രോബ്ലം വന്നിക്കണത് എന്നുണ്ടെങ്കിൽ, തന്റെ അച്ഛനായിട്ടുള്ള ദ്രോണാചാര്യരിൽ നിന്ന് അദ്ദേഹം അസ്ത്രവിദ്യ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. ഇപ്പൊ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, എന്നാൽ അത് പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഈ ഓരോ അസ്ത്രം പ്രയോഗിക്കുമ്പോഴും ആ അസ്ത്രം വേണ്ടി വന്നാൽ തെറ്റാണ്, നമ്മൾക്ക് ഒരു അവസരത്തിൽ അതിനെ പിൻവാങ്ങണം എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മന്ത്രങ്ങളും ഉണ്ട്. അപ്പൊ ആ മന്ത്രങ്ങൾ അവർക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ അശ്വത്ഥാമാവിന് അത് അറിയില്ല, പ്രയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ, തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും എന്ത് തീരുമാനിച്ചു? എന്തായാലും ജീവൻ അപകടത്തിലാണ്, രണ്ടും കൽപ്പിച്ച് ഇനി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തന്നെ എന്ന് തീരുമാനിക്കും. ആര്? അശ്വത്ഥാമാവ് തീരുമാനിക്കും. അപ്പൊ അതാണ് ജലം സ്പർശിച്ച് അവ പ്രയോഗിക്കാനുള്ള മന്ത്രോച്ചാരണങ്ങളിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പം മാത്രമാണ്, ഇപ്പോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ എന്താ പറയാ അസ്ത്രങ്ങള് അത് പൂർണ്ണമായിട്ടുള്ള ഫലവത്താവുള്ളൂ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഓരോ അസ്ത്രം പ്രയോഗിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യും അത്രേ അവര്. ഇനി ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭൗതിക വസ്തുക്കളെ സ്ഥൂലമായ മാർഗങ്ങളാൽ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മികച്ചതാണ് സൂക്ഷ്മരൂപത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങൾ. അത്തരത്തിൽ സൂക്ഷ്മരൂപത്തിലുള്ള ഭൗതിക പ്രവർത്തികൾ
ശബ്ദ ശുദ്ധീകരണത്തിലൂടെ, അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത് അല്ലെ? ശബ്ദ ശുദ്ധീകരണത്തിലൂടെയാണ് ഫലവത്താകുന്നത്. അതാണ്. അപ്പൊ എന്താണ്? ആ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട്, അതാണ് ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ചിട്ട് വേണം നമ്മൾ എന്തും പ്രയോഗിക്കാൻ എന്നുള്ളതാണ്. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പോലെ വെറുതെ എടുക്കുക, പ്രയോഗിക്കുക. നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ എന്താണ്, ഒരു റിവോൾവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞാൽ ആരെ മേലെ വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ള ലെവലാണ് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, സൂക്ഷ്മ രൂപത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളാണ് എന്നു പറയുന്നത്. നമ്മൾ അതിനെ ജലം സ്പർശിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം, അതായത് വേദമന്ത്രോച്ചാരണങ്ങളാൽ അതിനെ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെയാണ് അത് ഫലവത്താക്കുന്നത് ഈ അസ്ത്രങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. മന്ത്രോച്ചാരണത്താൽ അണ്വായുധമായി പ്രവർത്തിക്കാൻ അതേ മാർഗമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മന്ത്രം കൊണ്ടാണ് അതിന് ആ ബ്രഹ്മാസ്ത്രത്തിന് ശക്തി വരുന്നത്. അതായത് വെറുതെ ഒരു ബ്രഹ്മാസ്ത്രം വെച്ചു കഴിഞ്ഞാൽ അതിന് ശക്തിയില്ല. ആ വേദമന്ത്രോച്ചാരണങ്ങൾ കൊണ്ടാണ് അതിന് ശക്തി വരുത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 21. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും അതിന്റെ പ്രയോജനം? പറയൂ. ഇതിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു വേദമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് അതിനെ ഫലവത്താക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല എന്ന് പറഞ്ഞു. അതിന് എന്തായിരിക്കാം പ്രയോജനം? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു കാര്യമാണത്. എന്താണ് അതിന്റെ ഗുണം? അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാനുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പൊ ഇവിടെ അശ്വത്ഥമാവ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ ഒരു കാര്യം, ഇപ്പൊ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടാണ് ഈ അണ്വായുധം പ്രവർത്തിപ്പിക്കാൻ എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മുടെ അവിടെ ഒരാളുടെ കയ്യിൽ റിവോൾവർ ഉണ്ടെച്ചോളൂ. ഒരു മിലിറ്ററി അത്രയും വലിയ ഉദ്യോഗസ്ഥനാണ്. അവർ വീട്ടിൽ അവർക്ക് സൂക്ഷിക്കാം. പക്ഷെ അവര് മക്കളാണെങ്കിലും എടുത്തുകൊണ്ട് അപകടം വരാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് അല്ലേ പറയണത്? അതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ അറിയാത്ത ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം അല്ലേ? നമ്മളുടെ എന്നാൽ ഈ മന്ത്രോച്ചാരണങ്ങൾ അറിഞ്ഞ ഒരാൾക്ക് മാത്രമാണ് ഈ ബ്രഹ്മാസ്ത്രം ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ആ സാധനം കയ്യിൽ കിട്ടി കഴിഞ്ഞാലും ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ അത് വ്യക്തമായിട്ട് അത് ഉപയോഗിക്കാൻ അറിഞ്ഞ ഒരാൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രമാണ് അന്നത്തെ കാലത്ത് ഈ അസ്ത്രവിദ്യയൊക്കെ പഠിപ്പിച്ച ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. വേറെ അത് അറിയാത്ത ഒരാൾക്കും ഈ അസ്ത്രം കയ്യിൽ കിട്ടിയിട്ട് ഉപകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അറിവില്ലാത്ത ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അതിന്റെ മെച്ചം. പക്ഷെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയ ഏതൊരാൾക്കും അത് ഉപയോഗിക്കാം, നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും എന്നുള്ളതാണ്. ഇവിടെ അശ്വത്ഥമാവ് അത് പഠിച്ചിട്ടുണ്ട്. അത് പക്ഷെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് അതാണ് കാര്യം. അപ്പൊ ഇവിടെ പഠിച്ചത് കൊണ്ടാണ് അശ്വത്ഥമാവിന് അത് ഉപയോഗിക്കാൻ പറ്റിയത് അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞിട്ട് അതിനെ ബ്രഹ്മാസ്ത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഞാനിപ്പോ അസ്ത്രം പ്രയോഗിക്കുന്ന പറഞ്ഞാൽ സാധിക്കൂ? ഇല്ല. കാരണം ആ മന്ത്രോച്ചാരണങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് അറിയണം. അതാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പൊ വേണ്ട കാര്യങ്ങൾക്ക് മാത്രം അസ്ത്രം ഉപയോഗിക്കുന്ന രീതിയിലാണ് അന്നത്തെ കാലത്ത് അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ശ്ലോകം 21 കേട്ടോ. തത് പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണാപദമഭിപ്രേഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ തഥാ അനന്തരം പ്രാദുഷ്കൃതം പ്രസരിച്ചു, തേജ തേജസ്, പ്രചണ്ഡം തീക്ഷ്ണമായ, സർവതഃ ചുറ്റിനും, ദിശകളിലും, പ്രാണ ആപദം ജീവനെ ബാധിക്കുന്ന, അഭിപ്രേക്ഷ്യ അതിനെ നിരീക്ഷിക്കയാൽ, വിഷ്ണു ഭഗവാനോട്, ജിഷ്ണുഹു അർജുനൻ, ഉവാച അരുളി ചെയ്തു, ഹ ഭൂതകാലത്തിൽ. ഭാവാർത്ഥം ചില പ്രപാദിക്ക് ജയ്. തദനന്തരം ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം സർവ്വദിശകളിലും പ്രസരിച്ചു. അപ്പൊ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു ആര്? അശ്വത്ഥമാവ്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ദിശകളിലും പ്രസരിച്ചു. സ്വജീവൻ അപകടത്തിലാണെന്ന് അർജുനൻ ഭയപ്പെടും വിധം അത് തീക്ഷ്ണമായിരുന്നു. അപ്പൊ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല അല്ലെ? അപ്പൊ അർജുനന് പേടി വരുന്ന രീതിയിലായിരുന്നു, അത്രയും പ്രകാശമായിരുന്നു എന്നാണ് പറയുന്നത്. ആകയാൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. അപ്പോഴും എന്താണ് ചെയ്യുന്നത് നോക്കൂ അർജുനൻ. അപ്പൊ അത്രയും നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സപ്പോസ് വിചാരിക്കൂ. അപ്പൊ എന്തെങ്കിലും ഒരു പാമ്പ്, വിഷപ്പാമ്പാണ് നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കണം, ഒരു സിറ്റുവേഷൻ സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ എന്താ ചെയ്യുക? അയ്യോ അമ്മയെന്ന് വിളിച്ചിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങും. അല്ലാണ്ട് ഭഗവാനെ വിളിക്കുവോ? അത് ഓർമ്മ വരില്ല നമ്മൾക്ക്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ രക്ഷിക്കാനും നമ്മുടെ ബന്ധുക്കളെ അല്ലാന്നില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെയാണ് നമ്മൾ വിളിക്കാൻ തുടങ്ങുക അല്ലെ? പക്ഷെ ഇപ്പൊ അർജുനൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ മരിക്കാം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ പോലും അദ്ദേഹം എന്താ ചെയ്യുന്നത്?
ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കാനാണ് തുടങ്ങുന്നത്. നോക്കൂ. ശ്ലോകം 22. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭയങ്കര മേ ഗോദഹ്യമാനാനാം അപവർഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. പവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം മുഴുകുന്നതാണ്. ഓക്കെ, ആഗ്രഹങ്ങൾ ഉണ്ടാവുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതിന്റെ ഫലമായിട്ട് ഭയം ഉണ്ടാവുക, പരിശ്രമം, ഓവറായിട്ട് പരിശ്രമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് പേന എന്ന് പറയും. എന്താ പറയുക, നമ്മൾക്ക് ആ ഒരു സ്ഥിരബുദ്ധി ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തും. പിന്നെ എന്തുവരും? ഭയം വരും. അങ്ങനെ അതാണ് ഈ പവർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ദോഷങ്ങളാണ് നമ്മൾ ഭൗതിക കാര്യങ്ങൾ മുഴുകുന്നതിന് കൊണ്ടുള്ളത്. എന്നാൽ അപവർഗം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷപ്പെടലാണ്, മോക്ഷമാണ്, മുക്തിയാണ്. അതാണ് അപവർഗം എന്ന് ഇവിടെ വന്നിക്കണത് കേട്ടോ. അർജുനക ഉവാച, അർജുനൻ അരുളി ചെയ്തു. കൃഷ്ണ അല്ലയോ കൃഷ്ണ ഭഗവാനെ, കൃഷ്ണ അല്ലയോ കൃഷ്ണ ഭഗവാനെ, മഹാബാഹോ സർവശക്തനായവനെ. 2 തവണയാണ് വിളിക്കണത്. നോക്കൂ. കൃഷ്ണ കൃഷ്ണ എന്നാണ് അല്ലെ. ഭക്താനാം ഭക്തരുടെ, അഭയം കര ഭയങ്ങളെ സമൂലം നശിപ്പിക്കുന്ന, ത്വം അങ്ങ്, ഏകഹ ഒരുവൻ മാത്രം, അപവർഗ മോക്ഷമാർഗം, അസി ആകുന്നു, സംസ്കൃതേ ഭൗതിക ക്ലേശങ്ങളുടെ മധ്യേ. വിവർത്തനം. അർജുനൻ അരുളി ചെയ്തു. അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല. ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത്വം ഊട്ടി ഉറപ്പിക്കാൻ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിജ്വാലയിൽ തപിക്കുന്ന ഏവർക്കും അങ്ങയിൽ മാത്രമേ മോക്ഷമാർഗം കണ്ടെത്താനാകുള്ളൂ. അപ്പൊ എന്താ പറയുന്നത് അർജുനനിവിടെ? ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ എന്ത് പറയുന്നത്? ശ്രീകൃഷ്ണ, എന്താണ്? അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങയുടെ എല്ലാ ഇതും എനിക്കറിയാം. എന്താണ്? അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. ഒരു സേവകനായിട്ട് ഇരിക്കുകയാണ് ഇവിടെ അർജുനൻ. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയില്ല. അതുകൊണ്ട് എന്താണ്, എന്റെ പേടിയൊക്കെ മാറ്റണം. കാരണം ഇപ്പോ ഈ അഗ്നിജ്വാലകൾ കാണുമ്പോൾ എന്താണ് അർജുനന്റെ ഉള്ളിൽ വരുന്നത്? ഇപ്പൊ മരിക്കുമോ എന്നുള്ള ഒരു ഭയം വന്നു അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? നിർഭയത്വം ഊട്ടി ഉറപ്പിക്കാൻ എന്ത് വേണം? അങ്ങ് മാത്രമാണ്, അങ്ങയ്ക്ക് മാത്രമാണ് എന്റെ ഈ ഭയം തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കൂ. ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിജ്വാലയിൽ തപിക്കുന്ന ഏവർക്കും. അപ്പൊ നമ്മളുടെ ലൈഫിൽ ഓരോരുത്തരുടെയും കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ. നമ്മൾക്ക് എന്നും ഓരോ ക്ലേശങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന്. ഒരു മിനിറ്റ് നമ്മൾ സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ദുഃഖങ്ങൾ നമ്മൾക്ക് വന്നിട്ടേ ഇരിക്കും അല്ലെ. അപ്പൊ ആ ഭൗതിക ക്ലേശങ്ങളുടെ ഇവിടെ അഗ്നിജാലയായിട്ട് പറയുക എന്നത് ഭൗതിക ക്ലേശങ്ങളെയാണ്. ആ അഗ്നിജാലയിൽ തപിക്കുന്ന ഏവർക്കും അങ്ങയിൽ മാത്രമേ മോക്ഷമാർഗം കണ്ടെത്താനുള്ളൂ. ആ അഗ്നിജാലയെ ശമിപ്പിക്കണമെങ്കിൽ അതിനെ കെടുത്തണമെന്നുണ്ടെങ്കിൽ ആര് വരണം? ഭഗവാൻ തന്നെ വേണം. അങ്ങയ്ക്ക് മാത്രമാണ് മോക്ഷമാർഗം തരാനാവുള്ളൂ എന്ന് പറയുകയാണ് അർജുനൻ. തന്റെ എന്താ പറയാ, ഭഗവാനോട് പ്രാർത്ഥന വെച്ചിരിക്കുകയാണ് അർജുനൻ. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച് ബോധവാനാണ്. കാരണം അവർ ഇരുവരും സന്നിഹിതരായിരുന്ന കുരുക്ഷേത്ര പോർക്കളത്തിൽ അദ്ദേഹം മുൻപേ തന്നെ അവയെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു അർജുനന്. അപ്പൊ തന്നെ അർജുനൻ അവസാനം പറയുന്നുണ്ടല്ലേ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും എന്ന് പറയുന്നുണ്ട്. എന്താണ് 10-12 ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്ലോകം. അപ്പൊ ആദ്യം ചതുർശ്ലോകി 8, 9, 10, 11 ചതുർശ്ലോകിയാണ്. ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? അഹം സർവസ്യ പ്രഭു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 4 ശ്ലോകങ്ങളാണ്. ഭഗവാൻ ആരാണ്, എന്താണ് നമ്മുടെ കണക്ഷൻ, ഭക്തി സേവനങ്ങൾ എങ്ങനെ ചെയ്ത് ഭഗവാനിലെത്താം. അപ്പൊ ഭഗവാൻ നമ്മൾക്ക് ആ ബുദ്ധി തരും. ദദാമി ബുദ്ധി യോഗം തം. ഇതൊക്കെ 10ാമത്തെ അധ്യായത്തില് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ആ സമയത്തെ പറയുന്നുണ്ട്, അങ്ങ് ഈ പരമപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി, പരമദിവ്യോത്തമ പുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്റെ മനസ്സിൽ സംശയങ്ങളൊന്നുമില്ല. അങ്ങ് പറയുന്നത് അനുസരിച്ച് ഞാൻ യുദ്ധം ചെയ്യാം എന്ന് അർജുനൻ സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ അർജുനന് ഭഗവാനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. അതുപോലെ തന്നെ അതിനുശേഷം എന്ത് കണ്ടു? ഭഗവാന്റെ
ആ ഒരു വിശ്വരൂപം കണ്ടു, ചതുർബാഹു രൂപം കണ്ടു. അതിനുശേഷം എന്താണ് ആദ്യ രൂപമായിട്ടുള്ള ആ ഓടക്കുഴലുള്ള എന്താണ് ത്രിഭംഗ ശ്യാമസുന്ദര രൂപവും കണ്ടതാണ് അല്ലെ. മാറി മാറി ഒരേ ശരീരത്തിൽ നിന്ന് വരുന്നതായിട്ട് അർജുനൻ അനുഭവിച്ചതാണ്. ഇതെല്ലാം കണ്ടറിഞ്ഞതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് അർജുനന്റെ വിവരം പ്രാമാണികമാകുന്നു. അപ്പൊ അർജുനൻ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്രമാണമാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും തെറ്റുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൃഷ്ണൻ സർവശക്തനും സവിശേഷമായി ഭക്തരുടെ നിർഭയതയ്ക്ക് ഹേതുവുമാകുന്നു. ഭഗവാനാൽ പ്രദാനം ചെയ്യപ്പെടുന്ന സംരക്ഷണത്താൽ ഒരു ഭഗവത് ഭക്തൻ സദാ നിർഭയനാകുന്നു. കാനനത്തിൽ ആളിപ്പടരുന്ന അഗ്നി സമാനമായ ഭൗതിക അസ്തിത്വത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ ശമിപ്പിക്കുവാൻ സാധ്യമാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്, നമ്മുടെ മനസ്സിൽ ഉണ്ടാവും അല്ലെ, എന്താണ് ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിനെ എങ്ങനെ നശിപ്പിക്കാം? ഭഗവാന്റെ കൃപ കൊണ്ട് നശിപ്പിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മീയ ഗുരു ഭഗവത് കൃപയുടെ പ്രതിനിധിയാകുന്നു. പക്ഷെ നമ്മൾ നേരിട്ട് ഭഗവാനെ നമ്മളുടെ കൂടെ അനുഭവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ആരുടെ സഹായം തേടണം? ആത്മീയ ഗുരുവിന്റെ. ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാനെക്കാളും കാരുണ്യാണ് ആർക്കുണ്ടാവുക? ഭഗവാനെ പ്രതിനിധിക്ക് ഉണ്ടാവുക. അവരെത്ര കഷ്ടപ്പെട്ടാലും എത്ര തവണ ഈ ഭൂമിയിൽ വന്ന് വീണ്ടും വീണ്ടും ജനിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള ആൾക്കാരെ മുഴുവൻ എവിടേക്ക് കൊണ്ടുപോകണമെന്നാണ് അവരുടെ ആഗ്രഹം? ഭഗവദ്ധാമത്തിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി എന്ത് കഷ്ടം സഹിക്കാനും ഒരു ഗുരു തയ്യാറായിരിക്കും എന്നുള്ളതാണ്. ആകയാൽ ഭൗതിക അസ്തിത്വത്തിന്റെ ജ്വാലയിൽ വെന്തുരുകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കൃപയാകുന്ന വൃഷ്ടി, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആത്മീയ ഗുരുവെന്ന സുതാര്യമായ മാധ്യമത്തിലൂടെ ലഭ്യമാകുന്നു. ആത്മീയ ഗുരുവിന് തന്റെ വചനങ്ങളാൽ ക്ലേശിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ച് അതീന്ദ്രിയ ജ്ഞാനം സന്നിവേശിപ്പിക്കാൻ സാധിക്കും. അതിനാൽ മാത്രമേ ഭൗതിക അസ്തിത്വമാകുന്ന അഗ്നിയെ ശമിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് ഒരു ഗുരു എന്ന് പറയുന്നത്? ഭഗവാനെ കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞ ആളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗുരു മുഖാന്തരമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് സുതാര്യമായിട്ടുള്ള ഒരു മാർഗമാണ്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ഇടയിലുള്ള ഒരു എന്താണ് ട്രാൻസ്പെറന്റ് മിറർ എന്ന് പറയില്ലേ? ഭഗവാൻ അപ്പുറത്ത് നിൽക്കണമെങ്കിൽ അത് ഒരു കണ്ണാടിയാണ്. ആ എന്താ പറയാ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എന്ന് വെച്ചോളൂ. ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് അപ്പുറത്തുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അല്ലെ. അപ്പോ അങ്ങനത്തെ ഒരു കണ്ണാടിയാണ് ആരെന്ന് പറയുന്നത്? ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആ ആത്മീയ ഗുരുവിന്റെ മാധ്യമത്തിൽ കൂടി അദ്ദേഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭൗതിക അസ്തിത്വമാവുന്ന അഗ്നി, ഭൗതിക അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനനം, മരണം, വാർദ്ധക്യം, രോഗം അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ ശമിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോ എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾക്ക് തോന്നും ഇപ്പോ എന്താണ് ഇപ്പൊ അശ്വത്ഥമാവിന്റെ അവസ്ഥയും എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അശ്വത്ഥമാവ് ഒരിക്കലും വിചാരിച്ചതല്ല ഒരു മരണം. ഇത്രയും ചെറുപ്പത്തിൽ അശ്വത്ഥമാവിന് അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പൊ എന്തായാലും യുദ്ധം കഴിഞ്ഞിട്ടും അശ്വത്ഥമാവ് മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ വീണ്ടും ഒരു മരണത്തിന്റെ ഒരു ഘട്ടം വരുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എല്ലാം അശ്വത്ഥമാവ് വിചാരിച്ച മാതിരി നടക്കും. ഇവരെയൊക്കെ കൊന്ന് എന്താണ് ദുര്യോധനനെ സന്തോഷിപ്പിക്കാം എന്നൊക്കെയാണ് അശ്വത്ഥമാവ് വിചാരിച്ചത്. പക്ഷെ അതേമാതിരിയാണോ സംഗതികൾ നടന്നത്? അല്ല. ഇപ്പോ ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗിച്ചുകൊണ്ട് അർജുനനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കും ഒരു ഭക്തി സേവനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പമാണ്, നമ്മൾക്ക് ഇനിയും 80 വയസ്സ് വരെയോ 90 വയസ്സ് വരെയോ ഒക്കെ ജീവൻ ഉണ്ടാവും. അപ്പൊ ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾക്ക് ഭക്തി സേവനങ്ങൾ ചെയ്യാം, നമ്മൾക്ക് ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാം എന്ന് വിചാരിക്കുന്ന നിറയെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ജപിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ വീട്ടിലുള്ള ആൾക്കാർക്ക് അതിന് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിറയെ പേര് നമ്മളോട് പറയുന്നുണ്ടായിരിക്കും ഇതുപോലെ, ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പോഴേ ഈ ഭഗവത്ഗീതയും ഭാഗവതവും എടുത്തിരിക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി പ്രായമായിട്ട് മതി, ഇപ്പൊ എൻജോയ് ചെയ്യാനുള്ള സമയമാണ്, നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നുള്ളത്, ഈ പ്രായമാവുന്നത് എന്ന് പറയുന്നത് നമ്മൾക്ക് ചെര വന്ന് എന്താണ് താടിയും മുടിയൊക്കെ നരച്ച് കയ്യും കാലൊക്കെ അനങ്ങാണ്ടാവുന്ന അവസ്ഥയല്ല. കാരണം മരണം ആർക്ക് എപ്പോ വരും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത നിമിഷം മരണം വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഭഗവാൻ അറിയാം അല്ലെ. ഇപ്പൊ എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിന്റെ അവസാന ഘട്ടമാണ് അല്ലെ. നമ്മൾക്കറിയില്ലല്ലോ നാളെയാണോ മറ്റന്നാളാണോ അടുത്ത നിമിഷമാണോ 20 കൊല്ലം കഴിഞ്ഞിട്ടാണോ നമ്മൾക്ക് മരണം വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ എന്ത് വിചാരിക്കണം? എപ്പോ വേണമെങ്കിലും അവസാനിക്കാവുന്ന ഒരു ജീവിതമാണ്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യണം? ഭഗവാന്റെ അടുത്ത് എത്താനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പൊ എത്രയും വൈകിക്കാണ്ട് ഹരേകൃഷ്ണ മന്ത്രം ചൊല്ലി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. ഒരു ആത്മീയ ഗുരുവിന്റെ സഹായത്തോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.